മാലിയിലോട്ട് വന്നതാണ്. മാലി ടു തിരുവനന്തപുരം, ഞാൻ ടു മാലി, മാലി ടു തിരുവനന്തപുരം. അങ്ങനെ മാലിയിൽ നിന്നും നാട്ടിലോട്ട് ഒരു വെക്കേഷന് പോവുകയാണ്. ഗ്യാൻ ഇൻ്റർനാഷണൽ എയർപോർട്ടിലെത്തി. നല്ല മഴയായതുകൊണ്ട് അത്ര നല്ല വ്യൂ ഒന്നും കിട്ടിയില്ല കേട്ടോ. അങ്ങനെ ഞങ്ങളുടെ ചെക്കിംഗ് പ്രോസസ്സ് എല്ലാം കഴിഞ്ഞ് കുറച്ച് നേരം അങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുമായിരുന്നു. കാരണം ഇവിടെ ചെറിയ എയർപോർട്ട് ആയതുകൊണ്ട് ബോർഡിങ്ങിന് ഒരു അരമണിക്കൂർ മുൻപ് മാത്രമേ നമ്മളെ ഉള്ളിലോട്ട് കയറ്റത്തുള്ളൂ. ചെക്കിംഗ് പ്രോസസ്സ് കഴിഞ്ഞാൽ നമുക്ക് പുറത്തൊക്കെ ഇറങ്ങി നടക്കാം കേട്ടോ. അങ്ങനെ ഒരു പ്രത്യേകത മാലദ്വീപിലെ ചെറിയ ഐലൻഡുകളിലെ എയർപോർട്ടുകളിൽ ഉണ്ട് കേട്ടോ. ഞങ്ങളുടെ അപ്പനും മോനും അടുത്തടുത്ത സീറ്റായിരുന്നു. അമ്മയ്ക്ക് തൊട്ട് മുൻപത്തെ സീറ്റായിരുന്നു. ചെറിയ അലയൻസ് ആയതുകൊണ്ട് 2 സീറ്റ് വീതമാണ് ഓരോ സൈഡിലും ഉള്ളത് കേട്ടോ. അങ്ങനെ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ആയി. അങ്ങ് താഴെ കാണുന്നത് കനറിഫ് റിസോർട്ടാണ്. ഹുളുമിദു ഐലൻഡിലാണ് ആ റിസോർട്ട് ഉള്ളത്. ഞങ്ങൾ ആ ഹുളുമിദു ഐലൻഡിൽ പോയിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം കേട്ടോ. എന്തായാലും സുട്ടുമണി നല്ല എക്സൈറ്റ്മെൻറ്റിലാണ്. നാട്ടിലോട്ട് വെക്കേഷൻ പോകുന്നതിൻ്റെ ആ ഒരു ത്രില്ലിലാണ് പുള്ളിക്കാരൻ. കാഴ്ചകളൊക്കെ ഇങ്ങനെ കടലിൻ്റെ കാഴ്ചകളൊക്കെ ഭംഗിയൊക്കെ കണ്ടിങ്ങനെ ആസ്വദിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ കടലിൻ്റെ മേളിൽ കൂടെ മാത്രമാണല്ലോ യാത്ര. അതുകൊണ്ട് അതിൻ്റെ കളറൊക്കെ ഇങ്ങനെ പല തരത്തിലുള്ള കളറുകളാണ്. പച്ച, ഇളം പച്ച, ഇളം നീല, അങ്ങനെ നല്ല ഭംഗിയുള്ള കടലുകളാണ് ഈ മാലദ്വീപിനുള്ളത്. അതുതന്നെയാണല്ലോ മാലദ്വീപ് എന്ന രാജ്യത്തിൻ്റെ പ്രത്യേകതയും. മാലദ്വീപ് ഏലിയൻസ് നമുക്ക് കോംപ്ലിമെൻ്ററി ആയിട്ട് ചോക്ലേറ്റ് കിട്ടാറുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ 3 പേർക്ക് 3 ചോക്ലേറ്റ് കിട്ടി. 3ഉം ആശാനും കൈക്കലാക്കിയിട്ട് വെച്ചേക്കുവാണ് കേട്ടോ. പക്ഷേ 3ഉം കഴിച്ചില്ല, 1 കഴിച്ചുള്ളൂ. ബാക്കി ഞങ്ങൾ എടുത്തു കേട്ടോ. അങ്ങനെ ഏകദേശം മാലദ്വീപിൻ്റെ ക്യാപിറ്റൽ എത്താറായി. ഈ കാണുന്നത് തൊട്ടടുത്തുള്ള മറ്റ് ഐലൻഡുകളാണ് കേട്ടോ. അദ്ദേഹം ദൂരെ കാണുന്നതാണ് മാലദ്വീപ് രാജ്യത്തിൻ്റെ തലസ്ഥാനമായ മാലെ. അങ്ങ് ദൂരെ ഒരു പാലം കാണുന്നുണ്ടോ? ആ പാലം വഴിയാണ് തൊട്ടടുത്തുള്ള ഹുളുമാലി എന്ന് പറയുന്ന ആർട്ടിഫിഷ്യൽ ഐലൻഡിലോട്ട്, അതായത് നമ്മുടെ എയർപോർട്ട് അവിടെയാണ്, ലാൻഡ് ചെയ്യുകയാണ്. തൊട്ടടുത്തായിട്ട് കാണുന്നത് സീപ്ലെയിൻ സ്റ്റേഷനാണ്. കടലിൽ നിന്നും ടേക്ക് ഓഫ് ചെയ്യുന്ന ചെറു വിമാനങ്ങളാണ്. അങ്ങനെ ഞങ്ങളുടെ ലഗേജൊക്കെ കിട്ടി. അങ്ങനെ തൊട്ടടുത്തുള്ള ഒരു റിസോർട്ടിലോട്ട് പോകാനായിട്ട് പ്ലാനിലാണ്. മറ്റു വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ. ബൈ ബൈ.